ഹലോ ഗൈസ്, ഞാൻ സുനിൽ പുല്ലുക്കുന്നിൽ. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കാം. എങ്കിലും ഞാനന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അട്ടപ്പാടിയിലെ മധു എന്ന ആദിവാസി യുവാവ് ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റി അല്ലെങ്കിൽ തുടച്ചു നീക്കപ്പെട്ട ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമൽപ്പിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അട്ടപ്പാടിയിലെ മധു എന്ത് കുറ്റമാണ് ചെയ്തത്? അദ്ദേഹം അല്പം അരി മോഷ്ടിച്ചു എന്നതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കൊടും അപരാധം. അദ്ദേഹത്തെ കാട്ടിൽ പോയി, പാറയിടുക്കിൽ പോയി അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ ഏതോ വലിയ നിധികുംഭം മോഷ്ടിച്ചവനെ തേടിപ്പോകുന്നത് പോലെ ഈ മലയാളി സമൂഹം പോയി കണ്ടെത്തുമ്പോൾ അവിടെ ആ പാറയിടുക്കിൻ്റെ അടുത്ത് ഒരു കലത്തിൽ ആ അരി അപ്പോഴും തിളയ്ക്കുകയായിരുന്നു. ആ ചോറൊന്ന് തിന്നാൻ പോലും അവസരം കൊടുക്കാതെ അവനെ കയ്യോട് പിടിച്ചു കെട്ടി അവിടെ മുതൽ അവനെ മർദ്ദിച്ച് ഈ ഭൂമുഖത്തിൽ നിന്നും ഇല്ലാതാക്കിയ ഇപ്പോഴും വലിയ പുരോഗമനം പറയുന്ന മലയാളി സമൂഹം ഒരു ആദിവാസി യുവാവിനെ വളരെ നിസ്സാരമായി ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കി. ഇത് അവൻ ചെയ്തതോ ഈ ലോകത്തെങ്ങും നടക്കാത്ത ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം, അരി മോഷ്ടിച്ചു. പണ്ടൊക്കെ ഈ ഇംഗ്ലീഷ് കഥകളിൽ കേട്ടതുപോലെ റൊട്ടി മോഷ്ടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഉന്നതിയിൽ നിൽക്കുന്ന മലയാളി സമൂഹം ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഒരു ആദിവാസി യുവാവിനെ അല്പം അരി മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കിയത്. എന്നാൽ ഇപ്പൊ നോക്കൂ, അയ്യപ്പന്റെ സ്വർണം കൊലയോടടിച്ചു മാറ്റിയിട്ടും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും പത്മകുമാറും വാസുവും തുടങ്ങിയ പ്രമുഖരായ എല്ലാ വ്യക്തികളും ഒരു ഉളുപ്പുമില്ലാതെ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നു. അവരെ കാണുമ്പം എല്ലാവരും പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു. എന്ത് വിരോധാഭാസമാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്? കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് അതും എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നിന്നും വളരെ ഈസിയായി മനുഷ്യരെ എല്ലാം പറ്റിച്ചുകൊണ്ട് സ്വർണം അടിച്ചു മാറ്റിയിട്ട് അവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി ഒരു ഉളുപ്പുമില്ലാതെ സമൂഹത്തിൽ നടക്കുന്നു. അവരെ ആർക്കും കല്ലെറിയണ്ട, അവരെ ആർക്കും തുപ്പണ്ട, മുളക് സ്പ്രേ അടിക്കണ്ട, അവരെ കൈയും കാലും കെട്ടിയിട്ട് എറിയണ്ട, ഒന്നും ചെയ്യണ്ട. കാരണം അവരൊക്കെ ആരാണ്? ഈ സമൂഹത്തിലെ തമ്പ്രാക്കന്മാർ. വളരെ ഉന്നതിയിലെത്തി എന്ന് പറയുന്ന മലയാളി സമൂഹം എല്ലാ കാലവും പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ദളിതരോടും ആദിവാസികളോടും ഒരു രീതി, മറ്റു ഉന്നത നിൽക്കുന്നവരോട് മറ്റൊരു രീതി. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നെ വന്ന് തെറി വിളിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഈ സമൂഹത്തിന്റെ പല പ്രവൃത്തിയും, അത് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ കാണിക്കുന്ന പല പ്രവൃത്തിയും ഇപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ വന്ന് ജാതി പറയുന്നു, സമൂഹത്തിൽ ഏതാണ്ട് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എത്ര ചീത്ത വിളിച്ചാലും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ അസന്തുലിതാവസ്ഥയ്ക്കെതിരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നെ പോലെയുള്ളവർ ഇത് എപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. എന്നാണോ ഇതൊക്കെ നിങ്ങൾ നിർത്തി എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്നത്, ഇവിടുത്തെ വിഭവങ്ങൾ എല്ലാ മനുഷ്യരും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നത്, അതുവരെയും ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും, ചോദിച്ചുകൊണ്ടേയിരിക്കും.